പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും വചനം വായിക്കണം? ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചിട്ട് എന്ത് പ്രയോജനം? ഒരിക്കലൊരു വൈദിക വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ ആശ്രമ അധിപനോട് ചോദിച്ചു, പിതാവേ, എന്തിന് ഞാൻ ബൈബിള് നിരന്തരം വായിക്കണം? ഒരേ കാര്യങ്ങൾ എന്തിന് ഞാൻ വായിക്കണം? അവരുടെ ആശ്രമം ഒരു നദിയുടെ തീരത്തായിരുന്നു. അപ്പോൾ ഈ ആശ്രമ അധിപൻ ഒരു കൊട്ട, ചെളി പുരണ്ട ഒരു കുട്ട എടുത്ത് ഈ വൈദിക വിദ്യാർത്ഥിയുടെ കൈ കൊടുത്തിട്ട് ആ ആറ്റിൽ നിന്നും വെള്ളം കോരിക്കൊണ്ട് വരാനായിട്ട് ആവശ്യപ്പെടുക. അവൻ വെള്ളം കോരി, പക്ഷേ വെള്ളം കിട്ടിയില്ല. അവൻ വന്ന് പറഞ്ഞു, പിതാവേ, വെള്ളം കിട്ടിയില്ല. അദ്ദേഹം പറഞ്ഞു, നീ വീണ്ടും പോയി വെള്ളം കോരുക. അങ്ങനെ പല പ്രാവശ്യം ഈ ശിഷ്യനെ കൊണ്ട് ഗുരു ഇങ്ങനെ വെള്ളം കോരിക്കുകയാണ്, പക്ഷെ അവന് വെള്ളം കിട്ടിയില്ല. അവസാനം ഗുരു ശിഷ്യനോട് പറഞ്ഞു, നീ കുട്ടയിലേക്കൊന്ന് ശ്രദ്ധിക്കുക. നിനക്ക് വെള്ളം കിട്ടിയില്ല എങ്കിൽ ആദ്യം നിൻ്റെ കയ്യിൽ ഞാൻ തന്ന കുട്ടയാണോ ഇപ്പോൾ നിൻ്റെ കയ്യിലുള്ളത്? അല്ല, അതിലെ ചെളി മുഴുവൻ കഴുകി നല്ല വൃത്തിയുള്ള കുട്ടയായിട്ട് മാറി. ഇതാണ് ശരിക്കും വീണ്ടും വീണ്ടും വചനം വായിക്കുമ്പോഴും സംഭവിക്കുന്നത്. പ്രത്യക്ഷമായിട്ട് നമുക്കൊന്നും കാണാനില്ലായിരിക്കാം, പക്ഷെ നമ്മളൊന്നും അറിയാതെ വലിയ ആന്തരികമായൊരു വിശുദ്ധീകരണം, സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ ഈ വചന വായനയിലൂടെ സംഭവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒത്തിരി കൃപകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് വചനം വായിക്കുന്നതിലൂടെ, ധ്യാനിക്കുന്നതിലൂടെ, ശ്രവിക്കുന്നതിലൂടെ. ഒന്ന്, പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കും. സങ്കീർത്തനം 119:11 നമ്മൾ കാണുന്നുണ്ട്, കർത്താവേ, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവ് കർത്താവ് നൽകുന്നു. അതുമാത്രം മതിയോ? അവൻ നന്മ ചെയ്യണം. നന്മ ചെയ്യുവാൻ അവൻ പര്യാപ്തനാകണം. അത് തിമോഥെയോസിന്റെ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. ഇതുവഴി ദൈവഭക്തനായ ഒരു മനുഷ്യൻ അവൻ പൂർണ്ണത പ്രാപിക്കുകയും എല്ലാ നന്മ പ്രവർത്തികളും ചെയ്യുവാൻ പര്യാപ്തനാവുകയും ചെയ്യുന്നു. ഇനി മറ്റൊന്ന്, അവന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സഹവാസം ലഭിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, ഈശോ പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പം വചനം വായിക്കുന്ന, ശ്രവിക്കുന്ന, ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം ലഭിക്കുന്നു, പാപത്തെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ലഭിക്കുന്നു, എല്ലാ നന്മ പ്രവൃത്തികളും ചെയ്യുവാൻ അവൻ പര്യാപ്തനാവുകയും ചെയ്യും.